നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലവിലെ കേസിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വിശകലനമാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിശോധനയിൽ പ്രതിയെ ന്യായീകരിക്കാനോ അതിജീവിതയെ കുറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല എന്ന വസ്തുത ആദ്യമേ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം കേസ് രേഖകളുടെയും നിലവിലെ നിയമവ്യവസ്ഥയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള നിലനിൽപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം ഇവിടെ പരിശോധന വിഷയം ആക്കിയിരിക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫിന്റെ അഭിപ്രായത്തിൽ നിയമപരമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം FIR-ൽ ആരോപിക്കപ്പെടുന്ന പല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും യഥാർത്ഥത്തിൽ നടന്നതായിട്ട് വ്യക്തമായ തെളിവുകളോ സൂചനകളോ ലഭ്യമല്ല. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടില്ല എന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തിനുള്ളത്. ആയതിനാൽ തന്നെ അതിജീവിതം നൽകിയ മൊഴി അത് നിയമത്തിൻ്റെ കണ്ണിൽ വിശ്വസനീയമായിട്ടുള്ള തെളിവായിട്ട്, അതായത് റിലയബിൾ എവിഡൻസ് ആയിട്ട് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരമുള്ള അതീവ ഗൗരവകരമായിട്ടുള്ള വകുപ്പുകളാണ് BNS 64(2)(O)(1) പ്രകാരമുള്ള ബലാത്സംഗം, അതായത് റേപ്പ്, അതോടൊപ്പം തന്നെ 64(2)(O) പ്രകാരമുള്ള ആവർത്തിച്ചുള്ള പീഡനം, റിപ്പീറ്റഡ് റേപ്പ് എന്നിവയൊക്കെയാണ് ഇതിൽ പ്രധാനം. ഈ വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം വരെയോ ചുരുങ്ങിയത് 10 വർഷം വരെയോ ഉള്ള കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ BNS 89 പ്രകാരമുള്ള കുറ്റകൃത്യം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, അതുപോലെ BNS 115 പ്രകാരം ദേഹോപദ്രവം ഏൽപ്പിച്ചു, BNS 351 പ്രകാരം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നീ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ IT ആക്ട് 66 പ്രകാരം കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്തു എന്നൊരു ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വകുപ്പുകളുടെ ഗൗരവം വലുതാണെങ്കിലും അവ കോടതിയിൽ തെളിയിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളും തെളിവുകളും കേസ് രേഖകളിൽ നിന്നും ലഭ്യമല്ലെന്നാണ് ജോർജ് ജോസഫിന്റെ നിരീക്ഷണം. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വാദം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നും ഗർഭചിത്രത്തിന് യുവതി സമ്മതം നൽകിയിരുന്നുവെന്നുമാണ്. എന്നാൽ ഇത്തരം വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗികമായി ഉന്നയിച്ചതായി തനിക്ക് അറിവില്ലെന്നും ഇത് മാധ്യമ സൃഷ്ടിയാകാനാണ് സാധ്യതയെന്നുമാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതിയുടെ വാദങ്ങൾ വസ്തുതകൾക്ക് അനുസൃതമാണോ എന്ന് കോടതി പരിശോധിക്കും. നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയ കേസാണെങ്കിൽ പോലും ഈ ഒരു സംഭവം നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തക്കുറവുള്ളതിനാൽ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ജോർജ് ജോസഫ് കാണുന്നത്. ജാമ്യാപേക്ഷ തള്ളിക്കളയാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. ഈ കേസിന്റെ സമയക്രമം കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിനൊരു മറുപടി എന്നോണം ഈ കേസ് പൊക്കിക്കൊണ്ടുവന്നതാകാം. അതൊരു കൗണ്ടർ പൊളിറ്റിക്സ് മാത്രമായി ഇതിനെ കാണേണ്ടി വരും. ഈ കേസിലെ ആരോപണങ്ങൾ നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്നും നിയമത്തിന് മുന്നിൽ അവ തെളിയിക്കാൻ സാധ്യമല്ലെന്നുമുള്ള ശക്തമായ നിലപാടാണ് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ പല നിരീക്ഷണങ്ങൾക്കും ഘടകവിരുദ്ധമാണ് ഈ കേസിലെ മൊഴി എന്നതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറം അറസ്റ്റ് നടക്കാനുള്ള സാധ്യതയും കുറവാണ്. ഈ കേസിന് സമാനമായ ഒരു വിഷയം നേരത്തെയും ചർച്ചയായിരുന്നു. ഒരു ചാനലിൽ ഒരു മൂന്നാം കക്ഷി വന്ന് സംസാരിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് DYSP ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഈ വിഷയത്തിൽ അതിജീവിത നേരിട്ട് മൊഴി നൽകിയതാണ് നിലവിലത്തെ രണ്ടാമത്തെ കേസ്. എന്നാൽ ആദ്യത്തെ കേസിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് വ്യക്തമല്ല. ആദ്യ കേസിൽ വാദിയോ പ്രതിയുടെ കാര്യത്തിലോ വ്യക്തതയോ ഇല്ല. മാത്രമല്ല BNS-ൽ പറയുന്ന കുറ്റകൃത്യം നടന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു വിവരം അതിലില്ല. അത്തരത്തിൽ വ്യക്തതയില്ലാത്ത ഒരു സംഭവം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ജോർജ് ജോസഫ് ഇവിടെ കാണുന്നത്. ഈ പശ്ചാത്തലം നിലനിൽക്കുന്നതിനാൽ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ കോടതി നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാൻ രാഹുലിന് ബാധ്യതയുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെ അദ്ദേഹം രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എന്നും ഈ അഭ്യൂഹങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്നും ജോർജ് ജോസഫ് വ്യക്തമാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങും പോകില്ല. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴും അദ്ദേഹം അചഞ്ചലനായിട്ട് നിലകൊണ്ട ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ ഒരു MLA ആണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതി നാട് വിടരുത് എന്നൊരു നിയമം സാധാരണഗതിയിൽ ജാമ്യവ്യവസ്ഥകളിൽ ഉൾപ്പെടുത്താറുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരം ഊഹാപോഹങ്ങളിൽ യാതൊരു അർത്ഥവുമില്ലെന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി അത് രാഷ്ട്രീയപരമായി ചർച്ചയാക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തെ പുറത്താക്കിയവർക്ക് അടുത്ത ഇലക്ഷനിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും ജോർജ് ജോസഫ് ഇവിടെ അഭിപ്രായപ്പെടുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗം അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉള്ള ചെറുപ്പക്കാർക്കിടയിലും ഒക്കെ തന്നെ ഉണ്ട്. പഴയകാല ഗാന്ധിയൻ ആദർശങ്ങളെ
അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവരും പുതിയ കാലത്തെ യുവജനതയുടെ ചിന്താഗതികളും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. ആധുനിക ചിന്തകൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലുമൊക്കെ തന്നെ കുറ്റം കണ്ടെത്തിയാണ് ഇപ്പോൾ പുറത്താക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ നടപടി കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും ജോർജ് ജോസഫ് ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ബലാത്സംഗ കേസുകളിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് അതിജീവിതയുടെ വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ഈ ഒരു ഉത്തരവ് അത് രാഹുലിൻ്റെ ജാമ്യാപേക്ഷയ്ക്ക് ഒരു തടസ്സമാകുമോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. എന്നാൽ തന്നെയും ഈ കേസിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് തടസ്സമാകാൻ സാധ്യതയില്ലെന്ന് ജോർജ് ജോസഫ് വിലയിരുത്തുന്നു. ഇവിടെ ഏറ്റവും ഗൗരവമേറിയ വകുപ്പായ BNS 64 ബലാത്സംഗമാണ് നിലനിൽക്കേണ്ടത്. അതിജീവിത ഒരു വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ്. അവർ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ വിവാഹം കഴിക്കണം എന്നാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഭർത്താവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ രാഹുലിനെ അറിയിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തതിനെ തുടർന്ന് 3-4 തവണ അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള ലക്ഷ്യത്തോടെ അടുപ്പം സ്ഥാപിക്കുകയും ആ ബന്ധത്തിൽ ലൈംഗിക ബന്ധം ഉണ്ടാവുകയും ചെയ്താൽ അത് വിത്ത് കൺസെൻറ്റ്, അതായത് സമ്മതത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധമായിട്ട് മാത്രമേ പരിഗണിക്കാനാകൂ എന്നും സുപ്രീം കോടതിയിലെ മുൻകാല വിധികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിട്ടയർഡ് SP ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കില്ല. അതിജീവിതയുടെ ഗ്രീവൻസുകൾ പങ്കുവയ്ക്കുമ്പോൾ സഹായം വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് അവർ കൂടിക്കാഴ്ചകൾ നടത്തിയത്. ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമ്മതത്തോടെയായിരിക്കും. രാഹുൽ ഈ ബന്ധത്തെ നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുകയാണ്. അത്തരം ബന്ധത്തെ തുടർന്നുണ്ടായ ഗർഭധാരണത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതിനുള്ള കൃത്യമായ തെളിവുകൾ നിലവിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം വരെയുള്ള ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ നിലവിൽ ഈ കേസിൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. ഈ കേസിന്റെ സമഗ്രമായ നിയമപരമായിട്ടുള്ള വിലയിരുത്തലിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ അതീവ ഗൗരവമുള്ളതാണെങ്കിൽ പോലും അവ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മൊഴിയിലെ വിശ്വാസ്യതയില്ലായ്മയും സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മൊഴികളും ഈ കേസിന്റെ നിയമപരമായിട്ടുള്ള ദുർബലത അത് വർദ്ധിപ്പിക്കുകയാണ്. മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് തന്നെ. കേസിന്റെ മറ്റു വശങ്ങളെക്കുറിച്ചും ഈ സാഹചര്യങ്ങളെ അന്വേഷണ ഏജൻസികൾ എങ്ങനെ സമീപിക്കും എന്നതിനെക്കുറിച്ചും വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും.